യെസ്, അങ്ങനെ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് റെയിലിൽ തങ്ങളുടെ ഫസ്റ്റ് വിക്ടറി സെക്കൻഡ് മാച്ചിൽ നേടിയിരിക്കുകയാണ്. 10-7 ചുരുങ്ങിയെങ്കിലും പച്ചുക്കയ്ക്ക് അഗേൻസ്റ്റ് 3-1 ഒരു വിക്ടറി നേടിക്കൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇന്നലെ പോകുന്നത്. 4 പോയിന്റ്സ് ഗ്രൂപ്പിലായിട്ടുണ്ട്. ഓൾമോസ്റ്റ് അടുത്ത റൗണ്ടിലോട്ട് കിടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സാൾസ്ബർഗുമായിട്ട് ലാസ്റ്റ് മാച്ച് യൂണിഫൈഡ് ഡ്രോ, റയൽ മാഡ്രിഡ് കിടക്കും. സോ റയൽ മാഡ്രിഡ് റൗണ്ട് ഓഫ് 16 കാണുമെന്ന് തോന്നുന്നുണ്ട്. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും റോഡ്രിഗോ ലൈനപ്പിൽ സ്റ്റാർട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, ആളെ ബെഞ്ചിൽ നിന്ന് പോലും ഇന്നലെ യൂട്ടിലൈസ് ചെയ്തില്ല. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ ഇനി സിറ്റുവേഷൻ റോഡ്രിഗോ വേണമെന്നുള്ളൊരു സംഭവം പോലും വന്നില്ല. മെയിൻ റീസൺ റോഡ്രിഗോയ്ക്ക് കളിക്കുവാണെങ്കിൽ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതാണ് ഈ ഒരു സിസ്റ്റത്തിൽ ഓപ്പൺ അപ്പ് ആവാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ആ നമ്പർ 9 റോൾ, ആ നമ്പർ 9 റോളിൽ എംബാപ്പെ വരുമ്പോൾ എംബാപ്പെ കളിക്കും. ആൻഡ് ഇന്നലെ ഗോൺസാലോ ഗാർഷ്യ നല്ലപോലെ കളിക്കുകയും ചെയ്തു. റോഡ്രിഗോവിനെ ഇന്നലെ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചാബിയുടെ സിസ്റ്റം വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേ ബി ദ ആൻസർ ഈസ് നോ. അതുകൊണ്ടായിരിക്കാം പുള്ളിനെ ഇന്നത്തെ മാച്ചിൽ 1 മിനിറ്റ് പോലും ചാബി അലോൺസോ യൂസ് ചെയ്തില്ല. സോ പുള്ളി ക്ലബ്ബ് വിടാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്കമിങ് മാച്ചസിലും പുള്ളി ഇതുപോലെ ബെഞ്ചിലാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ പുഷ് ഫോർ എ മൂവ്. ഇന്നലത്തെ മാച്ചിൽ 1 മിനിറ്റ് പോലും റോഡ്രിഗോയ്ക്ക് കിട്ടിയില്ല. സോ ഇഫ് യു ആർ എ റോഡ്രിഗോ ഫാൻ, റയൽ മാഡ്രിഡ് പുള്ളി നിൽക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മേ ബി ടൂർണമെന്റ് കഴിയുമ്പോൾ നമുക്ക് എക്സാക്ട് ആൻസർ കിട്ടുമായിരിക്കും. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും എന്താണ് റയൽ മാഡ്രിഡ് ആസ് എ ടീം, നമുക്ക് എന്താണ് തോന്നുന്നത്? സെക്കൻഡ് ഒഫീഷ്യൽ മാച്ചാണ്. ഓക്കെ, ഗ്ലിംസസ് തന്നു എന്താണ് ചാബി അലോൺസോ ബോൾ എന്നുള്ളത്. നമ്മൾ നേരത്തെ കാർലോ ആൻസലോട്ടി എറയിൽ എന്താണ് റയൽ മാഡ്രിഡ് ചെയ്തുകൊണ്ടിരുന്നത്? അവർ മേ ബി ഒരു 1-2 പാസിൽ ഒപ്പോണന്റിന്റെ ഫൈനൽ തേർഡിലോട്ട് അല്ലെങ്കിൽ ഒപ്പോണന്റിന്റെ തേർഡിലോട്ട് കടക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ചാബി അലോൺസോയുടെ ടീം അങ്ങനെയല്ല. അവർ ആസ് എ പൂൾ, ആസ് എ ഗ്രൂപ്പ്, മേ ബി 5-6-7 പ്ലേയേഴ്സ് ആ ബിൽഡപ്പിൽ ഇൻവോൾവ് ചെയ്ത് ആസ് എ ഗ്രൂപ്പ് അവർ ഡിഫൻസീവ് തേർഡിൽ നിന്ന് മിഡ് തേർഡിലോട്ട് കിടക്കുക, അവിടുന്ന് ഫൈനൽ തേർഡിലോട്ടും കിടക്കും. സോ ആസ് എ ഗ്രൂപ്പാണ് അവർ നീങ്ങുന്നത്, അല്ലാതെ 1-2 പാസിൽ നേരെ കയറി പോകാനായിട്ടില്ല. അതെന്താണ് നമ്മൾ ഇന്നലെ കണ്ടത്? പ്രോപ്പർ ബിൽഡപ്പ്. ഇവൻ 10 പേരായതിനു ശേഷം പ്രോപ്പറായിട്ട് ബിൽഡപ്പ് ചെയ്ത് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഡിഫൻസീവ് തേർഡിൽ നിന്ന് ഫൈനൽ തേർഡിലോട്ട് അവർ കിടക്കുകയാണ്. സോ അതാണ് ചാബി അലോൺസോ ടീമിന്റെ ഒരു പ്രത്യേകത. ആസ് എ ടീം ദേ ഹാവ് ടു വർക്ക്, ആസ് എ ടീം ദേ ഹാവ് ടു മൂവ്. ഒരു ഫിക്സർ പൊസിഷനിൽ ദേ ഹാവ് ടു മൂവ്, സ്പേസസ് കവർ ചെയ്യണം. അങ്ങനെ അവിടെയാണ് ആർഡേ ഗൂളർ പോലത്തെ ഒരു പ്ലെയർ റിയലി ഗുഡ് ആവുന്നത്. ആർഡേ ഗൂളർ റൈറ്റ് ഹാൻഡ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, പുള്ളി മിഡ്ഫീൽഡിലോട്ട് കയറുന്നു, ഒരു ഫ്രീ ഫ്ലോയിങ് റോൾ കളിക്കുന്നത്. എവിടെയാണ് സ്പേസസ് പുള്ളി അവിടെ കവർ ചെയ്യും. ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഗൂളറുണ്ട്. വിത്ത് ദ ബോൾ, വിത്തൗട്ട് ദ ബോൾ ഞാൻ ഇപ്പോഴും ഗൂളറിന്റെ പെർഫോമൻസ് കൺസേൺ ആണ്. ബട്ട് വിത്ത് ദ ബോൾ പുള്ളിക്ക് ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആൻഡ് ഇന്നലെ പിച്ചിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു ബ്രഹീം ഡിയാസിനെ പുള്ളി സ്റ്റാർട്ടിൽ തന്നെ ഇറക്കുന്നു. അതുപോലെ തന്നെ സെബായോസും മോഡ്രിച്ചും ഇറങ്ങിയതിന് ശേഷം കൂടുതൽ കൺട്രോൾ വരുന്നു. എസ്പെഷ്യലി സെബായോസ് മാൻ ഒരു പ്രോപ്പർ ചാബി മിഡ്ഫീൽഡർ കളിക്കേണ്ട റോൾ ഇന്നലെ സെബായോസ് കളിച്ചത്. പച്ചൂക്കയാണ് കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുള്ള ടീമാണ്. ഇവന് 10 പേരായി ചുരുങ്ങിയതിന് ശേഷം മേ ബി 11 vs 11 ഒരു ടോപ്പ് ടീം അഗേൻസ്റ്റ് ഇതിലും ഇതുപോലെ തന്നെ കളിക്കാൻ പറ്റുമായിരിക്കും. ബട്ട് 10 പേരുമായിട്ട് ചുരുങ്ങി പച്ചൂക്ക ആയതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ, എഗെയിൻസ്റ്റ് എനി ടീം 10 പേരുമായിട്ട് കളിക്കാൻ ഇറ്റ്സ് നോട്ട് ആൻ ഈസി. നിങ്ങൾ എത്ര സുപ്പീരിയർ ടീമാണെങ്കിലും 10 പേരാവുമെന്ന് പറഞ്ഞു. സോ അതിനകത്ത് തന്നെ ഇന്നലെ സെബായോസിന്റെ റിയലി ഗുഡ് പെർഫോമൻസ് ആയിരുന്നു. എന്തുകൊണ്ട് സ്റ്റില്ലർ പോലത്തെ ഒരു പ്ലെയറിന് വേണ്ടി ചാബി അലോൺസോ പുഷ് ചെയ്യുന്നു എന്നുള്ളത് ഇന്നലത്തെ സെബായോസ് പിച്ചിൽ ഇറങ്ങിയതിനു ശേഷമുള്ള പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മളാണെങ്കിൽ മാച്ചിലോട്ട് നോക്കുമ്പോഴേക്കും ഇന്നലെ ആസ് എ ടീം അവർ ബിൽഡപ്പ് ചെയ്യുന്നു, ആസ് എ ടീം അവർ ഒഫൻസീവ് തേർഡിലോട്ട് എത്തുന്നു. സോ അത് തന്നെയാണ് അവരുടെ വീക്ക്നെസ്. ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും ഡിഫെൻസീവ്ലി ആസ് എ ടീം കമ്മിറ്റ് ചെയ്താണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടു ഡീൻ ഹഡ്സനും ഗാർഷിയൊക്കെ കയറിപ്പോകുന്നത് നമ്മൾ കണ്ടു. അവരുടെ ആവറേജ് പൊസിഷനിങ് നിങ്ങൾ കണ്ടു. സോ വിത്തൗട്ട് എ ഡൗട്ട് അവർ ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും ഒപ്പോണന്റിന് കൗണ്ടർ കളിക്കാനായിട്ട് സ്പേസസ് അധികം കൊടുക്കുകയും ചെയ്യും. അത് നമ്മൾ ചാബി അലോൺസോ ലെവർകൂസനിലായിരുന്നപ്പോഴും കണ്ടാണ്. ഇന്നലെ നമ്മൾ പച്ചൂക്കയുടെ കളിയിൽ കണ്ടു. സോ ലെവർകൂസനെ വെച്ച് ചാബി അലോൺസോയുടെ ലെവർകൂസൻ എപ്പോഴും ഗോൾസ് കൺസിഡർ ചെയ്യും. ഗോൾസ് നല്ലപോലെ കൺസിഡർ ചെയ്യുന്ന ഒരു സൈഡാണ്. മിക്കപ്പോഴും ലാസ്റ്റ് മൊമെന്റ്സ് അവർ കമ്പാക്ക് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. സോ ഗോൾസ് കൺസിഡർ ചെയ്യും. അത് ഈ ഒരു സിസ്റ്റത്തിൽ റയൽ മാഡ്രിഡ് ഡിഫെൻസീവ്ലി വൾണറബിൾ ആയിരിക്കും. എസ്പെഷ്യലി ഫൈനൽ ഓപ്പോണന്റിന്റെ തേടി വെച്ച് ബോൾ ലൂസ് ചെയ്താൽ there will be chances for opponents. So opponentsiനെ ഔട്ട് സ്കോർ ചെയ്യുക തന്നെയായിരിക്കും റയൽ മാഡ്രിഡ് ചെയ്യുക വിത്ത് പ്രോപ്പർ കൺട്രോളിംഗ്. സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നല്ല പോലെ തന്നെ റയൽ മാഡ്രിഡ് പ്രോപ്പറായിട്ട് ബിൽഡപ്പ് ചെയ്ത് ഫൈനൽ തേർഡിലിട്ടുന്നതായിരുന്നു. പക്ഷേ ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും ദേ ലുക്ക് വളരും. അത് നമ്മൾ കാണുകയും ചെയ്തു. ടീബോ കോട്ട 10ഓളം സേവുകൾ ഇന്നലെ നടത്തി. XGOT 2.75 ആയിരുന്നു. സോ ഒരു സോളിഡ് കീപ്പറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ ആ 10 പേരെ ചുരുങ്ങിയതിനു ശേഷം ബാക്ക് ത്രീയിലോട്ട് അവർ ഫോം ചെയ്തിട്ട് ചൗമനി, റുഡിഗർ, അതുപോലെ തന്നെ ഡീൻ ഹഡ്സൺ ആ ഒരു ബാക്ക് ത്രീ ഫോം ചെയ്തിട്ട് ഒരു പ്രോപ്പർ എന്നാ പറയുക, അവരൊരു സിങ്കായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഒഫൻസീവ്ലി ആൻഡ് ഡിഫെൻസീവ്ലി. നല്ല മൂവ്മെന്റ്സ് ആണ്. എസ്പെഷ്യലി ഡീൻ ഹഡ്സൺ മാൻ. ഡീൻ ഹഡ്സനോട് വരാം. അതിനു മുമ്പ് ഇന്നലെ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് അതിന്റെ ഒരു കിടിലം മൂവ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടു. ബെല്ലിംഗമിന്റെ സെക്കൻഡ് ഗോൾ, ഗൂളറിന്റെ ഗോൾ നമ്മൾ കണ്ടിരുന്നു. സോ ഇന്നലെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ്
ഡിഫെൻസീവ്ലി വൾണറബിൾ ആണ് എന്നുള്ളത് ഇന്നലെ ഗ്ലിംസസ് ഉണ്ടായത്. പക്ഷെ അത് പുള്ളിയുടെ ഫുൾ ഉത്തരവാദിത്വം ഞാൻ പറയത്തില്ല. കാരണം റൈറ്റ് ഹാൻഡ് സൈഡ് റയലിന്റെ കുറച്ച് ഓപ്പൺ ആയിരുന്നു. റയൽ ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഗൂളർ ഓൺ പേപ്പർ റൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ പുള്ളി മിഡ്ഫീൽഡിലോട്ട് കയറും. സോ ആ ഫൈനൽ തേർഡിലോട്ടൊക്കെ റൺ എടുത്തു അഥവാ വിത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടുതലും ചെയ്യേണ്ടിയിരുന്നത് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡാണ്. കൂടാതെ വാൽവേർഡെയാണ്. ചില സമയത്ത് വാൽവേർഡെ റൈറ്റ് ഹാൻഡ് സൈഡ് ചാനലിലോട്ട് റൺസ് എടുത്ത് നമ്മൾ കണ്ടു. അല്ലാത്തപ്പം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് നടത്തുന്നുണ്ട്. സോ പലപ്പോഴും പുള്ളി കൂടുതൽ എക്സ്പോസ്ഡ് ആയിരുന്നു. അർണോൾഡ് ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഓവർലി കവർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി പുള്ളിക്ക് ഉണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ നമ്മൾ ഓവർലി പുള്ളിയെ ക്രിട്ടിസൈസ് ചെയ്തില്ല. പക്ഷെ പുള്ളിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ആൻ ഏരിയ, ഒരു വൾണറബിൾ ഏരിയ ആണ് റയൽ മാഡ്രിഡിന്റെ ഒപ്പോണൻസിനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ളത്. അത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു. സോ അവിടുന്ന് നമ്മൾ ഇന്നലത്തെ മാച്ചിലെ വൺ ഓഫ് ദ ഇഫ് നോട്ട് ദ മെയിൻ അട്രാക്ഷൻ ആ ഫസ്റ്റ് മാച്ചിലെ ഇന്നലത്തെ മാച്ചിലെ വിത്തൗട്ട് എ ഡൗട്ട് ഇറ്റ്സ് ഡീൻ ഹഡ്സൺ. ഞാൻ പറഞ്ഞു ഡീൻ ഹഡ്സൺ ടു റയൽ മാഡ്രിഡ് ലിങ്ക്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഈവെന്തോ നമുക്ക് സെൻട്രൽ ബാക്ക് ഒരു പ്രയോറിറ്റി അല്ലെങ്കിലും മാൻ എങ്ങനെയും ഡീൻ ഹഡ്സൺ ഡീൽ നമുക്ക് പുള്ളി വേണമെങ്കിൽ കിടിലനായിരിക്കും. കാരണം ചെക്കൻ ഓൺ ദ ബോൾ ഒരു രക്ഷയില്ല. ഇന്നലത്തെ പുള്ളിയുടെ പെർഫോമൻസ് മാൻ ഒരു പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ. ചില സമയത്ത് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കമ്പയർ ചെയ്യല്ല, അല്ലെ റോഡ്രി ഒക്കെ മൂവ്മെന്റ്സ് നടക്കുന്ന പോലെ റോഡ്രി ആയിരിക്കും ബാക്ക് ത്രീയിലോട്ട് ഫോം ചെയ്തിട്ട് ബാക്കിൽ നിന്ന് ഡിഫൻഡേഴ്സിനോടൊപ്പം ബിൽഡപ്പ് ചെയ്യാറില്ല. സോ ആ ഒരു ഫീല് പലപ്പോഴും ഡീൻ ഹഡ്സൺ ഓൺ ദ ബോൾ ഹീസ് സോ ഗുഡ് ബ്രോ, സോ ഗുഡ്. ഈസ് എ റൈറ്റ് ഫുട്ടഡ് ലെഫ്റ്റ് സൈഡ് CB ആയിട്ടാണ് ഇതിന്റെ ബാക്ക് ത്രീയിൽ കളിച്ചത്. ഇന്നലെ ആ വിനീഷ്യസ് ജൂനിയറിനൊക്കെ കൊടുത്ത ആ ബോൾ മാൻ ഒരു രക്ഷയില്ലാത്ത ഐറ്റം. കൂടാതെ എത്ര ലോങ് ബോൾസ് ആണ് പുള്ളി കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കൊടുക്കുന്നത്, എത്ര ലൈൻ ബ്രേക്കിംഗ് പാസുകളാണ് ചെയ്യുന്നത്. സോ റയൽ മാഡ്രിഡിന്റെ അഡീഷൻസ് നീങ്ങുമല്ലോ. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് പലപ്പോഴും ബാക്കിലോട്ട് വരുന്നു, മിക്കപ്പോഴും ഡീൻ ഹഡ്സണിലോട്ട് ബോൾ വരുന്നു. അവർ രണ്ടുപേരും ഒറ്റ പാസിൽ ഒപ്പോണന്റിനെ എന്താ പറയുക ഒന്നോ രണ്ടോ പ്ലേയേഴ്സിന്റെ ഗെയിമിൽ നിന്ന് കില്ല് കാണും. നമ്മൾ ബാർസലോണയിൽ പാക്കു ബാർസ് ഇനിഗോ മാർട്ടിനസിലും കാണാറുള്ള പോലെ അവർക്കും പ്രോപ്പറായിട്ട് ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒറ്റ പാസിൽ ഒപ്പോണന്റിന്റെ രണ്ട് പ്ലെയറിനെ ഗെയിമിൽ നിന്ന് ഔട്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള സെന്റർ ബാക്സ് ആണ്. അത് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് പോലത്തെ ഒരു പ്രോപ്പർ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറിനെ കൂടെ അവർ ആഡ് ചെയ്തിരിക്കുക. സോ ഒപ്പോണൻസ് ബി റെഡി ഫോർ ദാറ്റ്, എസ്പെഷ്യലി ഡീൻ ഹഡ്സൺ. ഒരു രക്ഷയില്ലായിരുന്നു. ഇന്നലെ ഒറ്റ തവണ പോലും പുള്ളി ആരും ട്രിപ്പിൾ പാസ് ചെയ്ത് പോയില്ല. അതിനെടുത്ത് പറയേണ്ട കാര്യം ആൾ 7 ഡ്യൂവൽസ് വിൻ ചെയ്തു, 93% പാസിംഗ് ആക്യുറസി. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഓൺ ദ ബോൾ മാൻ ഡീൻ ഹഡ്സന്റെ കാലിലോട്ട് ബോൾ ചെല്ലുമ്പോഴെങ്കിലും ഹി മേക്ക് സംതിങ് ഹാപ്പി. പുള്ളി ഒരു ക്രിയേറ്റീവ് പ്ലെയർ എന്നുള്ളൊരു ഫീലാണ്. ആൻഡ് പുള്ളിയുടെ മൂവ്മെന്റ്സ് നിങ്ങൾ നോക്കുക, കംഫർട്ടബിൾ ആണ്. ആള് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പലപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾ സ്ട്രെച്ച് ചെയ്യുകയാണ്, പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട്. അതായത് ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന റോളിൽ ആൾ വന്ന് നിൽക്കുകയാണ്. അതായത് നമ്മൾ ബസ്തോണിയുടെ ഒക്കെ മൂവ്മെന്റ്സ് കാണാറില്ലേ ഇന്റർ മിലാനിൽ, ഏകദേശം അതുപോലത്തെ ഒരു മൂവ്മെന്റ്സുകൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടുവാണ്. സ്പേസസ് എങ്ങോട്ടാണോ അങ്ങോട്ട് കയറുവാണ്, ബാക്കിൽ നിന്ന് പ്രോപ്പറായിട്ട് ബിൽഡപ്പ് ചെയ്യണം. ഹീ സോ കോൺഫിഡന്റ് ഓൺ ദ ബോൾ. റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന സെക്കൻഡ് ഒഫീഷ്യൽ മാച്ചാണ്. വെറും 19 വയസ്സുകാരനായ ഡീൻ ഹഡ്സൺ സെക്കൻഡ് ഒഫീഷ്യൽ മാച്ച് ബോൺമുത്തിൽ നിന്ന് നേരെ റയലിലോട്ട് വരുവാണ്. സോ പുള്ളിയുടെ പ്രഷർ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഗെയിമിൽ അൽ ഹിലാലിലെ മാച്ചിൽ ആ പിച്ചിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, ഇന്നലെയും ആർഗ്യൂബിളി ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദാറ്റ് പിച്ച്. എനിക്കൊന്ന് മാൻ ഓഫ് ദ മാച്ച് ബെല്ലിംഗം നല്ല കളിയായിരുന്നു, പക്ഷേ ആർഗ്യൂബിളി ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദാറ്റ് പിച്ച്. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു, സൂപ്പർ പ്ലെയർ. അതുപോലെ തന്നെ ഫ്രാൻ ഗാർഷ്യയുടെ പെർഫോമൻസ് ഇന്നലെ സൂപ്പർ ആയിരുന്നു. സോ ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. വിത്തൗട്ട് ദ ബോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് സ്ട്രക്ചറലി, അത് മേ ബി സോർട്ടഡ് ഔട്ട് ആക്കിയ മേ ബി 11 vs 11 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ അതും കൂടെ സോർട്ടർ ആക്കിയാൽ റയൽ മാഡ്രിഡ് ലുക്സ് ഗുഡ്. ചാബി അറയിലെ സെക്കൻഡ് ഗെയിം ഫസ്റ്റ് ഗെയിമിനേക്കാളും മാസീവ് ഇംപ്രൂവ്മെന്റ്സ് നമ്മൾ ഇന്നലെ കണ്ടു. അതുപോലെ ബെല്ലിംഗമിന്റെ പെർഫോമൻസ് വാസ് ഗുഡ്. അതുപോലെ എടുത്തു പറയണം ഗോൺസാലോ ഗാർഷ്യയുടെ പെർഫോമൻസ്. മേ ബി എൻട്രിക്ക് മോൻ മിക്കവാറും ലോണിന് പോകുന്നതായിരിക്കും ബുദ്ധിയും തോന്നുന്നുണ്ട്. കാരണം ഇന്നത്തെ മാച്ചിൽ എംബാപ്പെ ഉണ്ടായിരുന്നെങ്കിൽ ചില മൊമെന്റ്സിലൊക്കെ നല്ല റൺസ് നടത്താനായിട്ടുള്ള ചാനൽസ് ഓപ്പൺ അപ്പ് ആവുന്നുണ്ടായിരുന്നു. മേ ബി എംബാപ്പെ പിച്ചിലുണ്ടായിരുന്നെങ്കിൽ ഹി മൈറ്റ് ഹാവ് മെയ്ഡ് ദോസ് റൺസ്. ആ എംബാപ്പയും കൂടെ ഈ ടീമിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് എ സ്കെയറി ടീം. കാരണം എംബാപ്പെ ഡ്രോപ്പ് ചെയ്ത് ബിൽഡപ്പിന് ഇൻവോൾവ് ചെയ്യും ആൻഡ് ഹി ഈസ് റിയലി ഗുഡ് അറ്റ് റണ്ണിങ്. അല്ലേ, നമുക്കറിയാം എംബാപ്പെ ഓടാൻ തുടങ്ങിയ സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയ, കാരണം ഒപ്പോണന്റിനെ അവർ കമ്മിറ്റ് ചെയ്യും, പ്ലേയേഴ്സിനെ അവർ വലിച്ചു കമ്മിറ്റ് ചെയ്യും. സോ എംബാപ്പയ്ക്ക് റൺസ് നടത്താനായിട്ടുള്ള നല്ല സ്പേസ് ഇന്നത്തെ മാച്ചിലുണ്ടായിരുന്നു ധാരാളം. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഓർത്ത് എംബാപ്പെ ആ പിച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ മാൻ ആ സ്പേസസ് കൂടി എക്സ്പ്ലോയിറ്റ് ചെയ്തതിനായിരുന്നു. വിനിയുടെ കയ്യിൽ നിന്ന് എക്സാക്ട്ലി ആ റൺസ് കിട്ടത്തില്ല. വിനി നാച്ചുറൽ ഒരു വിങ്ങർ ആയതിനെ തന്നെ. സോ വിനിയുടെ കളി ഇന്നലെ ഓവറോൾ ബെറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗോൺസാലോ ഗാർഷ്യ 2 ഗോളിലും പുള്ളി ഇൻവോൾവ് ആയിരുന്നു. ഫസ്റ്റ് ബെല്ലിംഗമിന് ബാക്ക് ഹീൽ പാസ് കൊടുത്തതും പിന്നെ ആ സെക്കൻഡ് ഗോളിന് ട്രെൻഡിന്റെ ആ ക്രോസ് വന്നപ്പോഴേക്കും റൈറ്റ് വെയിറ്റേജ് ഗൂളറിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സോ എടുത്തു പറയേണ്ട കാര്യമാണ് മിക്കവാറും ഓഫ് ദ ബെഞ്ച് ഒരു സ്ട്രൈക്കർ ഓപ്ഷനായി ഗോൺസാലോ ഗാർഷ്യ മാറാൻ സാധ്യതയുണ്ട്. സോ ലെറ്റ്സ് സീ ചാബി അലോൺസോ എങ്ങനെ പുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നു. സോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് പോകുന്നത്. സോ അതിനെ കൊണ്ട് പോകുന്നതിന് മുമ്പ് സിറ്റി ഇന്നലെ 6-0 അല്ലേനെ തോപ്പിച്ചിരുന്നു.
എച്ചവരിയുടെ ഒരു സൂപ്പർ ഫ്രീ കിക്ക് ഗോൾ ഉണ്ടായിരുന്നു 27-ാം മിനിറ്റിൽ. ഗുണ്ടകന്റെ ഡബിള് എച്ചവരി ആൻഡ് ചെർക്കിയും ലാസ്റ്റ് ഓഫ് ദ ബെഞ്ച് ഇറങ്ങി 89th മിനിറ്റിൽ ഒരു ഗോൾ സ്കോർ ചെയ്തു. സോ ലെറ്റ്സ് സി. എച്ചവരിയുടെ ഇന്നലത്തെ പെർഫോമൻസ് ആ ഫ്രീ കിക്ക് കൂടാതെ കുറച്ച് നല്ല 2-3 മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ മാച്ച് ഫുൾ കണ്ടില്ല, ഹൈലൈറ്റ്സ് ആണ് കണ്ടത്. സോ അതിൽ കണ്ടിരുന്നു. സോ മേ ബി എച്ചവരിനെ ലോണിന് വിടണ്ട, ഞങ്ങൾക്ക് നിർത്താം, മേ ബി ചെറുക്കിക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുത്തേക്കാം എന്നൊക്കെ ഒരു മേ ബി ടൂർണമെന്റ് കഴിയുമ്പോഴേക്കും കൊടുക്കുമായിരിക്കും. സോ ലെറ്റ്സ് സി. നമ്മൾ ചെറുക്കിയായിരിക്കും നെക്സ്റ്റ് തിങ് എന്നാണ് എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് എച്ചവേരി എന്ന് പറയുന്ന ഒരു ഐറ്റവും കൂടെ ഉണ്ട്. പുള്ളിക്ക് മേ ബി ക്ലബ് വേൾഡ് കപ്പിൽ ഇറ്റ്സ് ബിറ്റ്വീൻ ചെറുക്കി ആൻഡ് എച്ചവേരി ഒരു കോമ്പറ്റീഷൻ വരാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയണ്ട. സോ ലെറ്റ്സ് സി. പെപ്പ ആരെ ബാക്ക് ചെയ്യും. മേ ബി ചെറുക്കി ആണ് എല്ലാവരുടെയും പ്ലാനിലുള്ളത്. എച്ചവേരി എല്ലാവരെയും സർപ്രൈസ് ചെയ്ത് ചെറുക്കിക്ക് മേളി ഉള്ളൊരു പെർഫോമൻസ് ഈ ടൂർണമെന്റ് കൊടുക്കുമോ? ലെറ്റ്സ് സി. അതുപോലെ തന്നെ ഇന്നലെ ഹാളണ്ട് പെനൽറ്റി സ്കോർ ചെയ്തു. ഗുണ്ടന്റെ ഡബിൾ ഉണ്ടായിരുന്നു. ചെറുക്കിയും ഓഫ് ദ ബെഞ്ചിൽ നല്ല ഗോൾ സ്കോർ ചെയ്തു. സോ ഒരു കംഫർട്ടബിൾ 6-0 വിൻ സിറ്റി അടുത്ത റൗണ്ടിലോട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ടോപ്പേഴ്സായിട്ട് തന്നെ നടക്കുമെന്നാണ് തോന്നുന്നത്. സോ ലെറ്റ്സ് സി. അവിടുന്ന് മറ്റൊരു മാച്ചിൽ അൽ ഹിലാൽ സാൽസ്ബർഗുമായിട്ട് 0-0 ഡ്രോയിൽ പിരിഞ്ഞു. സോ റയൽ മാഡ്രിഡിന്റെ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. അൽ ഹിലാലിൽ 2 പോയിന്റ്, സാൽസ്ബർഗും ഫസ്റ്റ് മാച്ച് പച്ചൂക്കായിട്ട് ഡ്രോ ആയിരുന്നു തോന്നുന്നു. സോ ലാസ്റ്റ് ഗെയിം വിൽ ബി ക്രൂഷ്യൽ. പച്ചൂക്ക അൽ ഹിലാലിനെ തോപ്പിക്കുകയാണെങ്കിൽ പച്ചൂക്ക ക്യാൻ ഗോ ത്രൂ. അതേസമയത്ത് സാൽസ്ബർഗ് റയൽ മാഡ്രിഡിനെ തോപ്പിക്കുകയാണെങ്കിൽ സാൽസ്ബർഗിന് കിടക്കാം. അതേസമയത്ത് അൽ ഹിലാൽ പച്ചൂക്കനെ തോപ്പിക്കാൻ അൽ ഹിലാൽ കിടക്കും. സോ റയലിനും ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ റയൽ ഇപ്പം 100% ഗ്യാരണ്ടീഡ് ആയിട്ടില്ല അടുത്ത റൗണ്ടിലോട്ട്. സോ റയലിന് സാൽസ്ബർഗിന് അഗേൻസ്റ്റ് ഒരു ഡ്രോ ആണെങ്കിലും മതി, ദേ വിൽ ഗോ ത്രൂ. സോ സാൽസ്ബർഗിന് അഗേൻസ്റ്റ് റയൽ തോക്കുകയും അൽ ഹിലാൽ പച്ചൂക്കേനെ തോപ്പിക്കുകയും ചെയ്താൽ റയൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്താവും. സോ അങ്ങനത്തെ ഒരു സിനാരിയോ അവിടെ ഉണ്ട്. സോ റയൽ 100% കടന്നിട്ടില്ല. റയൽ നെക്സ്റ്റ് മാച്ച് ഒരു ഡ്രോ ഓർ വിൻ, ദേ വിൽ ഗോ ത്രൂ. സോ അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റ്സിലോട്ട് കിടക്കാനാണെങ്കിൽ ഇന്നലെ റൂണി ബാഡ്ഗയുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. പുള്ളി 3 മില്യൺ യൂറോസിന് ബാർസലോണയെ ജോയിൻ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടി വരികയാണ്. സോ താരത്തെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്ന് പറയാം 19 വയസ്സുകാരനാണ്. കോപ്പൻഹേഗന്റെ പ്ലെയറാണ്. സ്വീഡിഷ് ഇന്റർനാഷണൽ ആണ്. ശരിക്കും കുവൈറ്റിലാണ് ജനിച്ചത്, പിന്നെ സ്വീഡനിലോട്ട് മാറുമായിരുന്നു. സോ താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ പുള്ളിക്ക് കഴിഞ്ഞ സീസൺ സ്റ്റാർട്ടിൽ പല ബിഗ് ക്ലബ്സ് ചെൽസി, ആർസണൽ ഒക്കെ ആയിട്ട് സീരിയസ് ലിങ്ക്സ് വന്ന പ്ലെയറാണ്. പക്ഷെ കഴിഞ്ഞ സീസണിൽ ആർക്കും ഒരു ACL ഇഞ്ചറി വരികയും ആൾ കുറേ നാളത്തേക്ക് ഔട്ടായിരുന്നു. സോ അതിനകത്ത് തന്നെ ഒരു ACL ഇഞ്ചറിക്ക് ശേഷം വരുന്ന പ്ലെയറാണ്. സോ അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. പക്ഷെ 3 മില്യൺ ഇറ്റ്സ് എ സ്റ്റീൽ അല്ലേ. സോ 19 വയസ്സുകാരൻ ആൾക്ക് ഈ വർഷം കൊണ്ട് കോൺട്രാക്റ്റും തീരും. സോ അതിനകത്ത് തന്നെ ബാർസ മിക്കവാറും അടിയിൽ പുള്ളി എന്നൊരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ക്രിസ്ത്യൻസൺ ബാർസ വിടുമെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ക്രിസ്ത്യൻസിനെ ബാർസ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. മേ ബി ഒരു 20-25 മില്യൺ റേസ് ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുക. അത് ക്രിസ്ത്യൻസിന് ഫെയർ പ്രൈസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ലാസ്റ്റ് ഇയർ ഓഫ് കോൺട്രാക്ട് ആണ്, ഫുൾ പ്രോഫിറ്റ് ആണ് ബാർസയ്ക്ക്. സോ അതിനകത്ത് തന്നെ ബാർസ വിൽ ടേക്ക് ദാറ്റ്. റൊണാൾഡോ അറോഹോനെ ക്ലബ്ബ് വിടാനായിട്ട് തൽക്കാലം പ്ലാൻ ഇല്ല എന്ന് ഡെക്കോ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് ഒരു ഉദ്ദേശിച്ചില്ല. പുള്ളി ഞങ്ങളുടെ പ്ലാൻസിലുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അറോഹോ ഇസ് സ്റ്റേയിങ്, ക്രിസ്ത്യൻസൺ പോകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ നിങ്ങൾക്ക് എന്താണോ ഒന്ന് ഷുഡ് അറോഹോ ലീവ് ഓർ ക്രിസ്ത്യൻസൺ ലീവ്? എനിക്ക് പേഴ്സണലി ക്രിസ്ത്യൻസൺ ക്ലബ്ബിൽ അറോഹോ നിൽക്കട്ടെ, പക്ഷേ ക്രിസ്ത്യൻസൺ ക്ലബ്ബിൽ നിൽക്കുന്നതാണ് ആഗ്രഹം. കാരണം ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടു ലാസ്റ്റ് സീസൺ തന്നെ അവസാന മാച്ചുകളിൽ പുള്ളി വന്നിട്ട് ഈസിലി അഡാപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. സോ മേ ബി ആർഗ്യൂബിലി നമ്മുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കും പുള്ളിയാണ്. പുള്ളിക്ക് DMF കളിക്കാൻ പറ്റും, റൈറ്റ് ബാക്കും കളിക്കും, സെൻറ്റർ ബാക്കും കളിക്കും. ആൻഡ് നമ്മുടെ ടീമിലെ ഏരിയയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറും പുള്ളിയാണ്. സോ അതിന് ഇഷ്ടം ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇഞ്ചറി പ്രോണാണ്. എപ്പോൾ ഇഞ്ചറി ഫുൾ സീസൺ പുള്ളി റിലേ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ക്രിസ്ത്യൻസൺ ഹാസ് ബീൻ എ ഗ്രേറ്റ് ബൈ ഫോർ us. ഫ്രീ ഏജന്റായിട്ട് വന്നു, 2 സീസൺ നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഈവൻ നമ്മൾ ചാവിയുടെ അണ്ടർ ഫസ്റ്റ് ഇയർ ലലീഗ അടിച്ചപ്പം ക്രൂഷ്യൽ പ്ലെയർ. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണും ആർഗ്യൂബിലി നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻഡറും പുള്ളിയായിരുന്നു. ഇമ്പോർട്ടൻറ്റ് മാച്ചുകളിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ഗോളുകളും സ്കോർ ചെയ്ത് വിത്തൗട്ട് എ ഡൗട്ട് നമ്മുടെ ബെസ്റ്റ് പ്ലെയറിൽ ഒരാളുമായിരുന്നു. സോ കഴിഞ്ഞ സീസൺ ആൾക്ക് ഇഞ്ചറി പറ്റി. പക്ഷേ ആദ്യത്തെ 2 സീസൺ നമുക്ക് പുള്ളിനെ റെഗുലർലി ഫിറ്റായി കിട്ടുകയും ചെയ്തു. സോ ലാസ്റ്റ് സീസണാണ് പുള്ളിക്ക് ഒരു ബിഗ് ഇഞ്ചറി വന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേ ബി റിസ്ക് എടുക്കാം. 1 more year കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പുള്ളിയെ കീപ്പ് ചെയ്ത ടീമിന് കൂടുതൽ ഗുണം ചെയ്യത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കറിയാം നമ്മൾ കെവിൻ ലോമാനാക്കോയ്ക്ക് ഇൻട്രസ്റ്റഡ് ആണ്. സോ മേ ബി ക്രിസ്ത്യൻസൺ സെയിൽ നടന്നാണ് കെവിൻ ലോമാനാക്കോ ഡീലൊക്കെ പുള്ളി എത്തുള്ളൂ കേൾക്കുന്നു. സോ വാട്ട് ഡു യു തിങ്ക്, ക്രിസ്ത്യൻസൺ സെയിൽ ഓർ അറോഹോ സെയിൽ, അതോ ക്രിസ്ത്യൻസിനെ ഓർ കെവിൻ ലോമാനാക്കോ വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പോഗ്ബ ടു മൊണോക്കോ ഹിയർ വി ഗോ ഉടനെ വരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 2 വർഷ കോൺട്രാക്ട് മൊണോക്കോ ആയിട്ട് പോഗ്ബ സൈൻ ചെയ്യും. ഹിയർ വി ഗോ സൂടെന്നാണ് ഫാബ്രിസ് ഇട്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ അങ്ങനെ പോകുമെന്ന്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റ്സിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ 2-3 ചെറിയ അപ്ഡേറ്റുകൾ. ക്വാൻഷാ ഹിയർ വി ഗോ വന്ന് മിക്കവരും അറിഞ്ഞു കാണും. അതുപോലെ തന്നെ ലിവർപൂൾ മാർഗുയി ലിങ്ക്സ് പറഞ്ഞിരുന്നു മാർഗുയിക്ക് സ്റ്റാർട്ടിംഗ് റോൾ ഗ്യാരണ്ടി ചെയ്താലേ പുള്ളി വരത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബട്ട് ലിവർപൂൾ വിൽ പുള്ളി ടോക്ക് എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആർസണലിൻ്റെ കാര്യത്തിൽ 2-3 കൺസേണിങ് തിങ്സ് കേൾക്കുന്നുണ്ട്. ഒന്ന് ഈ സെസ്കോ ഗ്യോക്കറസിൻ്റെ കാര്യത്തിലാണ്. സെസ്കോ ആൻഡ് ഗ്യോക്കറസിൻ്റെ
മെയിൻലി സെസ്കോയുടെ വേജ് ഡിമാൻഡ്സ് ആണ് ആർസണലിനെ ആ ഡീലിൽ നിന്നും പുൾ ഓഫ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ആസ്കിംഗ് പ്രൈസ് 85 മില്യൺ പൗണ്ട്സ് ആണ് ലൈപ്സിക്ക് ആവശ്യപ്പെടുന്നതെന്നുള്ള രീതി വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യോക്കറസിന്റെ കാര്യത്തിൽ 90 മില്യൺ യൂറോസ് ആണ് ലിസ്ബന്റെ ഡിമാൻഡ് എന്നും. എന്നാൽ ഗ്യോക്കറസ് ഏജന്റും 70 മില്യൺ യൂറോസിന് മേൽ ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. സോ അവിടെയും കൺഫ്യൂഷനാണ്. സോ ആർസണൽ ഈ 2 ഡീൽസിലും ബിഹൈൻഡ് ദി സീൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 2 ഡീലും ക്ലോസ് ആണെന്ന് ചോദിച്ചാൽ അല്ല. ഇതിലെ ഗ്യോക്കറസുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രീഡ് ആണെന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ലിസ്ബനുമായിട്ട് പ്രൈസ് അഗ്രി ചെയ്യുന്ന ഇഷ്യൂ ഉണ്ട്. അതേസമയത്ത് സെസ്കോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ പ്രൈസും അഗ്രി ചെയ്തിട്ടില്ല, പേഴ്സണൽ ടൈംസും അഗ്രി ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുപോലെ തന്നെ ആർസണൽ റോഡ്രിഗോ ലിങ്സ് വീണ്ടും സ്ട്രോങ്ങർ ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്നലത്തെ ആ മാച്ചിൽ റോഡ്രിഗോ ബെഞ്ചിലായിരുന്നു. വരും മാച്ചിൽ റോഡ്രിഗോ ബെഞ്ചിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ പുഷ് ഫോർ എ മൂവ് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കിന്റെ കാര്യത്തിൽ ബയൺ മ്യൂണിക്ക് ഇന്നലെ ധാരാളം പ്ലേയേഴ്സുമായിട്ട് ലിങ്ക്ഡ് ആയി. എല്ലാ ലെഫ്റ്റ് വിങ്ങേഴ്സ് ആണ് അവർ. മാർട്ടിനെലി, ലൂയിസ് ഡിയാസ്, ഗ്യാക്പോ, നിക്കോ വില്യംസ് ഡീലിൽ ഒന്നോടെയും ശ്രമിക്കുന്നു റിപ്പോർട്ട് വന്നു. മിറ്റോമ ഡീലിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ബൈൽഡും ക്രിസ്ത്യൻ ഫോക്കും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ സീരിയസ്ലി ആഫ്റ്റർ എ ലെഫ്റ്റ് വിങ്ങർ. അതാണ് വരുന്ന റിപ്പോർട്ടുകൾ. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് കേൾക്കുന്ന വാർത്തകളും അപ്ഡേറ്റ്സും മറ്റുമൊക്കെ. സോ ലിവർപൂൾ ഈസ് ആഫ്റ്റർ എ സെൻറ്റർ ബാക്ക് ആസ് വെൽ ആസ് എ ലെഫ്റ്റ് ബാക്ക് എന്ന റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ഹാറ്റോയുടെയും ഹിൻകാപ്പയുടെയും പേരും ലിങ്ക്ഡായി കാണുന്നുണ്ട് ലിവർപൂളുമായിട്ട്. അതുപോലെ ഇസാക് ഡീൽ പുൾ ചെയ്യാൻ ഫൈനാൻഷ്യലി പോസിബിൾ അല്ല എന്നുള്ള രീതി ടെലിഗ്രാഫ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അല്ല, ഫൈനാൻഷ്യലി അത് പോസിബിൾ ആണ് എന്നാണ് മറ്റ് ചില മീഡിയാസ്, എസ്പെഷ്യലി ലിവർപൂൾ ബേസ്ഡ് മീഡിയാസിൽ നിന്ന് റിപ്പോർട്ടുകൾ. PSR ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല, എസ്പെഷ്യലി ഡിയാസിൻ്റെ ന്യൂനസിൻ്റെ ഒക്കെ സെയിൽ നടന്നു. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ബൈ.